ശ്രീ എൻ ശ്രീകുമാർ, വ്യക്തമാണ് ഇപ്പോൾ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞ ഈ കാര്യത്തിൽ നിന്ന്. ഇക്കാര്യത്തിൽ മുൻപുള്ളതുപോലെയല്ല, ഒരല്പം വിശ്വാസവും അക്കാര്യത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെങ്കിലും കേൾക്കാൻ ആഗ്രഹമുള്ളതും മുഖ്യമന്ത്രി പറയുന്നത് തന്നെയാണ് എന്നാണ് ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അല്ല ഡോക്ടർ ലാൽ, ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞാൽ ഞാനും കേട്ടു. ഇവിടെ നിങ്ങൾ ചോദിച്ച ആത്മാർത്ഥതയോടെ ആര് ഇതിനെ എതിർക്കുന്നു എന്നുള്ളതാണ്. ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞോ കോൺഗ്രസ് ഇതിനെ ആത്മാർത്ഥതയോടെ എതിർത്തില്ല എന്ന്? ഇന്നത്തെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടിയുടെ അഭിമുഖം ശ്രീ ഫസൽ ഗഫൂർ വായിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അല്ല, അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാമോ? യഥാർത്ഥ അത് താങ്കൾ നേരത്തെ വിശദീകരിച്ചതാണ്, ഡോക്ടർ ഫസൽ ഗഫൂർ കേട്ടതുമാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതല്ല. രാഹുൽ ഗാന്ധി പറയാത്തത് എന്താണ്? മല്ലികാർജുൻ ഖാർഗെ പറയാത്തത് എന്താണ്? കോൺഗ്രസിന്റെ ദേശീയ നിലപാട് എന്താണെന്ന് ഇന്ന് മുഖ്യമന്ത്രി ചോദിച്ചിട്ടും അത് അറിഞ്ഞുകൂടെങ്കിൽ അത് ചോദിക്കണം, മനസ്സിലാക്കണമെന്ന് താങ്കൾ പറഞ്ഞതല്ലാതെ എന്താണ് ആ നിലപാട് എന്നുള്ളത് അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അതല്ല ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടതെന്നല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മറ്റു പല മുഖ്യമന്ത്രിമാരും ഈ കാര്യത്തിൽ എടുത്ത നിലപാടിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ പറയുന്നതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഒരു മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ CPM പോളിറ്റ് ബ്യൂറോ മെമ്പർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നയത്തെക്കുറിച്ച് അറിയില്ലെങ്കിൽ പ്രസംഗിക്കരുത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ MP-മാരെ പാർലമെൻറ്റിൽ ഈ നിയമം പാസ്സാക്കുമ്പോൾ അതിനെ എതിർത്തവരാണ്. അതുമാത്രമല്ല, ഈ നിയമം പ്രാബല്യത്തിൽ വരുന്ന വിജ്ഞാപനം പുറപ്പെടുവിച്ച ദിവസം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമുണ്ട്. ഞാൻ അന്ന് ഈ കൈരളി ചാനലിൽ ഉണ്ടായിരുന്നു. ആ പ്രസംഗം എന്താണെന്നറിയാമോ? പള്ളിയും അമ്പലവും പണിതുകൊണ്ടല്ല എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രസംഗം തുടങ്ങുന്നത്. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാൻ പാടില്ല എന്നും അത് നടപ്പാക്കരുതെന്നും അത് വിഭാഗീയത ഉണ്ടാക്കുമെന്നും കോൺഗ്രസിന് എതിരാണെന്നും AICCയുടെ എല്ലാ നേതാക്കളും പ്രസംഗിച്ചിട്ടും അങ്ങനെ പ്രസംഗിച്ചില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് തന്ത്രപരമായ സാങ്കേതികത്വം പൂർത്തിയാക്കി പോയി, അവരൊരു മൂലയിൽ പോയി ഒളിച്ചിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതല്ലാതെ ഒരൊറ്റ ആൾ മാത്രമുള്ള AM ആരിഫ് പുറപ്പെടുവിച്ചതുപോലെയോ ഇങ്ങനെയുള്ള പല ഘട്ടങ്ങളിലും CAA പ്രക്ഷോഭത്തിൻ്റെ പല ഘട്ടങ്ങളിലും സീതാറാം യെച്ചൂരിയും D രാജയും പ്രകാശ് കാരാട്ടും വൃന്ദ കാരാട്ടും ബിനോയ് വിശ്വവും ഒക്കെ അക്കാര്യത്തിൽ നിന്ന് പ്രതിഷേധിച്ചതുപോലെ, നിറഞ്ഞു നിന്നതുപോലെ അവർക്ക് മേൽ കേസുകൾ എന്തുകൊണ്ട് വന്നു എന്നൊക്കെ മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ പോലും കുറ്റപത്രങ്ങളിലോ കേസുകളിലോ ഒന്നും പേര് വരാതെ തടി രക്ഷപ്പെടുത്തി പോകുന്നത് പോലെ കോൺഗ്രസ് നേതാക്കൾ എന്തുകൊണ്ട് പോയി? ഇതൊക്കെയല്ലേ തെളിവുകൾ. ഞാൻ അതിനകത്ത് അങ്ങനെ വരണമെന്ന് പറയുകയല്ല, പക്ഷെ കൃത്യമായി ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ഒരു രേഖ പോലും, കോൺഗ്രസ് നേതാക്കളുടെ പേരുള്ള ഒരു രേഖ പോലും ഇല്ലല്ലോ സമരം നടത്തിയതിൻ്റെ കൂട്ടത്തിൽ. അതായത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭ അറിയാമല്ലോ, ഐകകണ്ഠ്യേന പ്രമേയം പാസ്സാക്കി. അന്ന് UDF ഒപ്പം ഉണ്ടായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രിക്കും അറിയാം, ഡോക്ടർ ലാലിനും അറിയാം. അത് മുഖ്യമന്ത്രിയും പറഞ്ഞു. അതിനുശേഷം എന്ത് പറ്റിയെന്നാണ് അറിയേണ്ടത്. പെട്ടെന്ന് ചുവട് മാറ്റിയത് എന്തുകൊണ്ട്? അതാ ഞാൻ പറയട്ടെ. അല്ല, ചുവട് മാറ്റിയെന്ന് പറഞ്ഞാൽ പിന്നെ മാറ്റിയിട്ടില്ലെന്ന് പറഞ്ഞാൽ മാറ്റിയെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ എന്ത് ചെയ്യും? എന്താ ഉത്തരം പറയുക? പൗരത്വ ഭേദഗതി നിയമത്തിലെ കോൺഗ്രസിന്റെ നിലപാട് മാറ്റിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നു. മാറ്റിയെന്ന് നിങ്ങൾ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും? ഒരുമിച്ച് നിന്ന് പോരാടാൻ പറ്റുന്നില്ല. ഒരുമിച്ച് നിന്ന് പോരാടുന്ന പ്രശ്നമില്ല. കാരണം CPM-ന് ആത്മാർത്ഥത ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമല്ലേ. ഞാൻ ഉദാഹരണം പറയാം. ഇന്നലെ അവർ കോഴിക്കോട്ട് നടത്തി, ഇന്ന് കാസർഗോഡ് നടത്തി, നാളെ മലപ്പുറത്തെ, അതുപോലെ മലബാർ ഏരിയയിൽ. അപ്പോൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏരിയയിൽ മാത്രമാണോ ഇത് നടപ്പാക്കേണ്ടത്? തിരുവനന്തപുരത്ത് വേണ്ടേ? കൊല്ലത്ത് വേണ്ടേ? ആലപ്പുഴ വേണ്ടേ? കോട്ടയത്ത് വേണ്ടേ? തൃശ്ശൂർ വേണ്ടേ?